ജിത്തു മാധവൻ എഴുതി ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ദി ബോയ് സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും മികച്ചതും സങ്കീർണവുമായ ചലച്ചിത്രാനുഭവങ്ങളിൽ ഒന്നാണ്. ഈ സിനിമ കേവലം ഒരു സർവൈവൽ ത്രില്ലർ എന്നതിലുപരി ഒരു അമ്മയുടെയും മകന്റെയും അസാധാരണമായ വൈകാരിക ബന്ധത്തെയും അവരുടെ പലായനങ്ങളെയും അങ്ങേയറ്റം സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന സിനിമയാണ്. പെരിഫറലായ ഒരു കഥ പറച്ചിലിനപ്പുറം ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ തലങ്ങളും ദാർശനികമായ ചോദ്യങ്ങളുമാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. സിനിമ കണ്ടു കഴിയുമ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും ചില ചോദ്യങ്ങൾ ബാക്കിയാകും. ആ സ്ത്രീ ശരിക്കും ബാലന്റെ അമ്മയാണോ? എന്തിനാണ് അവർ ഇങ്ങനെ പല ഐഡന്റിറ്റികളിൽ ജീവിക്കുന്നത്? ആ പാസ്റ്റ് മറക്കാനാണെങ്കിൽ അറിയപ്പെടാത്തൊരു നാട്ടിൽ പോയി മറ്റൊരു ഐഡന്റിറ്റിയിൽ സ്ഥിരമായി ജീവിച്ചൂടെ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദയവായി സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്നു കാണുക. സിനിമ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. വെൽക്കം ടു സിനിമോസഫി. ചിത്രം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഒരു അമ്മയുടെയും അവരുടെ മകന്റെയും ജീവിതത്തിലാണ്. സിനിമയിൽ അവർക്ക് കൃത്യമായ ഒരു പേരില്ല. തൽക്കാലത്തേക്ക് അമ്മയെ ഷേർലി എന്നും കുട്ടിയെ ബാലൻ എന്നും വിളിക്കാം. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില ഭയപ്പെടുത്തുന്ന സംഭവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഓരോ പുതിയ സ്ഥലത്തും പുതിയ പേരുകളും വ്യക്തിത്വങ്ങളും സ്വീകരിച്ച് ജീവിക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ കോംപ്ലക്സ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഹൈപ്പർ വിജിലൻസ് എന്നീ മാനസികാവസ്ഥയുടെ നേർചിത്രമാണ് ഷേർലി. മകനെ സംരക്ഷിക്കാൻ എന്ത് അക്രമവും നുണയും പ്രയോഗിക്കാൻ മടിയില്ലാത്ത ഷേർലി മലയാള സിനിമയിലെ പരമ്പരാഗത ത്യാഗമയിയായ അമ്മ എന്ന വാർപ്പ് മാതൃകകളെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്നുണ്ട്. മറുവശത്ത് നിരന്തരമായ പാലായനങ്ങൾ കാരണം സ്വന്തം തന്നെ നഷ്ടപ്പെടുന്ന ബാലൻ അമ്മയുടെ ഭയങ്ങളെ അതേപടി എടുത്തണിയുന്ന ഒരു ഇരയായി മാറുന്നു. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായി അവൻ എല്ലാത്തിനോടും പൊരുത്തപ്പെടുന്നവനായി പതിയെ മാറുന്നു. എന്തിനാണ് അവർ ഓരോ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ആദ്യം ഷേർലി തന്റെ ജീവിതം ഒരു കഥ പോലെ അവരെത്തുന്ന വീട്ടിലെ അമ്മച്ചിയോട് പറയുന്നുണ്ട്. ഷേർലിയുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. ആദ്യം വലിയ സ്നേഹത്തിലായിരുന്ന ഭർത്താവ് പിന്നീട് ഒരു രാക്ഷസനായി മാറുന്നു. ഷേർലിയെ നിരന്തരം ഉപദ്രവിക്കുന്നു. ആദ്യമെല്ലാം ഷേർലി പ്രതിരോധിച്ചിരുന്നുവെങ്കിലും പതിയെ അയാൾക്ക് കീഴ്പ്പെടാൻ തുടങ്ങുന്നു. ക്രമേണ ഷേർലിയുടെ ജീവിതം ഒരു അടിമയെപ്പോലെയാകുന്നു. ആ ദുരിത ജീവിതത്തിലാണ് അവർ ബാലനെ ഗർഭം ധരിക്കുന്നത്. ഗർഭിണിയായതോടെ കുഞ്ഞിനെ ഓർത്ത് അവർക്ക് ഭയം തോന്നി തുടങ്ങുന്നു. ശരിക്കും അപ്പോൾ മുതലായിരിക്കും അവൾക്ക് മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകുക. തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒന്നുകിൽ ഭർത്താവിനെ പോലെ ഒരു രാക്ഷസനാകും, അല്ലെങ്കിൽ തന്നെ പോലെ ഒരു അടിമയാകും. ഈ ഒരു ആലോചനയാണ് അവളുടെ ഭയത്തിന് കാരണം. കുഞ്ഞ് രാക്ഷസനായാലും അടിമയായാലും രണ്ടായാലും അവൾക്ക് താങ്ങാൻ കഴിയില്ല. അവൾ ഒരു പരിഹാരം കണ്ടെത്തുന്നു. ഭർത്താവിനെ കൊന്ന് പുരയിടത്തിൽ കുഴിച്ചു മൂടുന്നു. ശേഷം പൂർണ്ണ ഗർഭിണിയായിരിക്കെ ജയിലിൽ പോകുന്നു. ജയിലിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുന്നു. ഷേർലിയും മകനും ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതലുള്ള ജീവിതമാണ് പിന്നീട് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ കഥയൊരിക്കലും അവൾ ബാലന് പറഞ്ഞു കൊടുക്കുന്നില്ല. സത്യത്തിൽ അവരുടെ പാസ്റ്റ് മറക്കാൻ വേണ്ടിയല്ല അവർ പല ഐഡന്റിറ്റികളിൽ ജീവിക്കുന്നത്. ഈ കാര്യം ആദ്യത്തെ ഇവന്റിലൂടെ തന്നെ ചിദംബരം വ്യക്തമാക്കുന്നുണ്ട്. ആ ചായക്കടയിൽ ജോലി ചെയ്യുന്ന സംഭവത്തിലൂടെ കൃത്യമായി ഈ സംഗതി പറയുന്നുണ്ട്. ഇനി കടയിൽ കിടക്കേണ്ട, എന്റെ വീട്ടിലേക്ക് പോന്നോളൂ മകനും കൊച്ചുമകനുമായിട്ട് എന്ന് കടയുടമ പറയുന്നതോടെയാണ് അവർ ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അതായത് തനിക്കും മകനുമിടയിൽ മറ്റൊരാൾ വരാൻ ഷേർലി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ഏതു തരം ബന്ധമായാലും ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന ഒരാളും തങ്ങൾക്കിടയിൽ വരരുത് എന്നാണ് ഷേർലിയുടെ തീരുമാനം. അതുകൊണ്ടാണ് ഷേർലിയെയും ബാലനെയും മകളും കൊച്ചുമോനുമായി കടയുടമ കാണാൻ തുടങ്ങിയതോടെ അവിടെ നിന്ന് സ്ഥലം വിടുന്നത്. ആ അമ്മച്ചിയുടെ വീട്ടിൽ പോലും കുറച്ചധികം നാൾ ഷേർലി നിൽക്കുന്നത് അവർക്കിടയിൽ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകില്ല എന്ന് അവൾക്ക് തോന്നിയതുകൊണ്ടാണ്. ജോലിക്കാരിയായി മാത്രം ഇവിടെ നിന്നാൽ മതിയെന്ന് അമ്മച്ചി അടിവരയിട്ട് പറയുന്നുമുണ്ട്. അവർക്കിടയിൽ മറ്റൊരു മനുഷ്യനും വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ പല ഐഡന്റിറ്റിയിൽ പലയിടത്ത് ജീവിക്കുന്നത്. രണ്ട് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലായാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ആദ്യ പകുതി ഹൈറേഞ്ചിലെ കോടമഞ്ഞുള്ള വനപ്രദേശമാണ്. അമ്മച്ചിയുടെ വീട്ടിലെ ഹോംലേസായി ഷേർലി എത്തുന്നതും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സംഭാഷണവും ഡ്രൈവർ ബാലനെ ചോദ്യം ചെയ്യുന്നതുമൊക്കെ ആദ്യ പകുതിയിലെ മികച്ച ഇമോഷണൽ സീനുകളാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒരു കൊലപാതകം സ്ക്രീനിൽ കാണിക്കാതെ ചുവന്ന ഓക്സൈഡ് തറ ഷേർലി കഴുകി വൃത്തിയാക്കുന്ന ഒരൊറ്റ ഷോട്ടിലൂടെ കാണിച്ചതാണ്. കൊലപാതകം സ്ക്രീനിൽ കാണിക്കുന്നതിനേക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ ഒരൊറ്റ ഷോട്ടിൽ
വീട്ടിലൂടെ കഴിഞ്ഞു. അതുതന്നെയാണ് ചിദംബരം എന്ന ഫിലിം മേക്കറുടെ പ്രത്യേകതയും. രണ്ടാം പകുതിയിൽ അമ്മയിൽ നിന്ന് വേർപിരിയുന്ന കൗമാരക്കാരനായ ബാലനെയാണ് കാണിക്കുന്നത്. തീരദേശ പശ്ചാത്തലത്തിലേക്ക് മാറുന്ന കഥയിൽ അവന് അഭയം നൽകുന്ന അബ്ബാസ് എന്ന കള്ളനായി ടൊവിനോ തോമസും പോലീസ് ഓഫീസറായ പവിത്രനായി ജീൻ പോൾ ലാലും എത്തുന്നുണ്ട്. രണ്ടാം പകുതി അത്ര മികച്ചതായി വന്നില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഒരുപക്ഷെ ഒന്നാം പകുതി അത്രയും ഹെവി ആയതുകൊണ്ടായിരിക്കാം. ബാലൻ എന്ന പേരിൽ ഇറങ്ങുന്ന ആദ്യ സിനിമയല്ല ഇതെന്ന് നമുക്കറിയാം. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രത്തിന്റെ പേരാണ് ബാലൻ. 1938 ഇറങ്ങിയ ബാലൻ എന്ന സിനിമയുടെ പേര് ഈ സിനിമയുടെ അണിയറക്കാർ ബോധപൂർവം ഉപയോഗിച്ചതാണെന്ന് വ്യക്തമാണ്. ഒരുപാട് സ്റ്റീരിയോ ടൈപ്പ് സിനിമകൾക്ക് തുടക്കം കുറിച്ച സിനിമയാണ് 1938 ബാലൻ. എ സുന്ദരത്തിന്റെ വിധിയും മിസിസ് നായരും എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് 1938 ബാലൻ. അനാഥരായ രണ്ട് കുട്ടികളുടെ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന ഒരു മെലോഡ്രാമയായിരുന്നു ഈ സിനിമ. മലയാള സിനിമയിൽ പിന്നീട് സ്ഥിരമായി കണ്ടുവന്ന നിഷ്കളങ്കരായ അനാഥ കുട്ടികളും ക്രൂരരായ രണ്ടാനമ്മമാരും എന്ന വാർപ്പ് മാതൃകകൾക്ക് തുടക്കം കുറിച്ചത് ഈ പഴയ സിനിമയാണ്. എന്നാൽ 88 വർഷങ്ങൾക്ക് ശേഷം ഇതേ പേരിലെത്തിയ പുതിയ ചിത്രം ഈ പഴയ വാർപ്പ് മാതൃകകളെ തിരുത്തി എഴുതുകയാണ് ചെയ്യുന്നത്. പഴയ സിനിമകളിലെ ക്രൂരരായ രണ്ടാനമ്മക്കോ അല്ലെങ്കിൽ എല്ലാം സഹിക്കുന്ന ത്യാഗമയിയായ അമ്മക്കോ പകരം ധാർമ്മികമായി ശരിതെറ്റുകൾക്കിടയിൽ നിൽക്കുന്ന തന്റെ മകനെ സംരക്ഷിക്കാൻ എന്ത് അക്രമവും ചെയ്യാൻ മടിയില്ലാത്ത തീവ്രമായ സ്നേഹമുള്ള ഒരു അമ്മയെയാണ് പുതിയ ബാലനിലൂടെ ചിദംബരം അവതരിപ്പിക്കുന്നത്. ഷേർലി യഥാർത്ഥത്തിൽ ബാലന്റെ സ്വന്തം അമ്മയാണോ എന്ന ചോദ്യം പോലും സിനിമ അവശേഷിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പഴയ കാലത്തെ സിനിമകളിലെ വില്ലൻ ഇര സമവാക്യങ്ങളിൽ നിന്ന് മാറി അതിജീവനത്തിന്റെ സങ്കീർണമായ മാനസിക തലങ്ങളെ വിശകലനം ചെയ്യാനാണ് ചിദംബരവും എഴുത്തുകാരനായ ജിത്തു മാധവനും ബാലൻ എന്ന സിനിമയിലൂടെ ശ്രമിക്കുന്നത്. സാങ്കേതികമായും സിനിമ ഏറെ മികച്ചു നിൽക്കുന്നുണ്ട്. ഷെയ്ജു ഖാലിദിന്റെ ഛായാഗ്രഹണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ കഥാപാത്രങ്ങളുടെ മാനസികമായ ഒറ്റപ്പെടലും ഭയവും പ്രേക്ഷകനിലേക്ക് കൃത്യമായി എത്തിക്കുന്നുണ്ട്. ആദ്യ പകുതിയിലെ ഇടതൂർന്നു നിൽക്കുന്ന വലിയ മരങ്ങളും ഹൈറേഞ്ചും അവരുടെ കുടുസായ അവസ്ഥയെയും രണ്ടാം പകുതിയിലെ വിശാലമായ കടൽത്തീരം ബാലന്റെ ജീവിതത്തിലെ അനിശ്ചിതാവസ്ഥയെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. സുഷിൻ ശ്യാമിന്റെ സംഗീതം ചിത്രത്തിന്റെ വൈകാരികതയെ കൂടുതൽ തീവ്രമാക്കുന്നുണ്ട്. ലളിതമായൊരു ഫീൽ ഗുഡ് ക്ലൈമാക്സിന് ശ്രമിക്കാതെ മാനസിക ആഘാതങ്ങളെയും സ്നേഹത്തിന്റെയും സങ്കീർണതകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷേർലി ബാലന്റെ സ്വന്തം അമ്മയാണോ എന്ന ചോദ്യം പോലും ചിത്രം ബാക്കി വെക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കേവലം ഒരു ത്രില്ലർ എന്നതിലുപരി ഭയത്തെയും സ്നേഹത്തെയും പാലായനങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും അങ്ങേയറ്റം സൂക്ഷ്മമായും ഭൗതികമായും വിശകലനം ചെയ്യുന്ന മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച പരീക്ഷണ ചിത്രങ്ങളിൽ ഒന്നാണ് ബാലൻ ദി ബോയ്. എന്താണ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.